എന്ന് വെച്ചാൽ ടോർച്ചർ ആയിരിക്കാം, കൂടുതൽ പ്രഷർ ആയിരിക്കാം, ആരെങ്കിലും അവനെ വച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ദുരൂഹത. അപ്പൊ എനിക്ക് മുറിവിന്റെ ഇതിൽ നിന്നാണ് ഒരു സംശയം തോന്നുന്നത്. പിന്നെ ഞാൻ അവൻ വീട്ടിലെ ഞാൻ അവനുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, അതുകൊണ്ട് ചങ്ക് പറിച്ച പോലെ പോയപ്പോ ഞാൻ ആകപ്പാട് തളർന്നു. അവൻ ആഗ്രഹിച്ച ജോലി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അവൻ അങ്ങനെ ചെയ്യുമെന്ന്. എന്തൊക്കെയോ ഒരു ദുരൂഹതകളുണ്ട് എനിക്ക് മാനസികമായിട്ട്. ഞാൻ ഇപ്പം SP റാങ്കിൽ ഇവരെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവര് കീഴ് ഉദ്യോഗസ്ഥരോട് എന്തെങ്കിലും പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുന്ന പ്രകൃതമുണ്ട് അവർക്ക്. കാരണം പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഒരു ഉത്തരവ് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറഞ്ഞത്? അത് SP സാറാ? ആ കാണിക്കാരനോ അല്ലെങ്കിൽ ആദിവാസിയോ? അവനെ പോകാൻ പറ. ബോഡി പരിശോധിക്കുമ്പോഴാണ് ആ മുറിവുകൾ കംപ്ലീറ്റ് കാണുന്നത്. അപ്പോഴാണ് അതുവരെ നമ്മൾ ഈ മുറിവിന്റെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു, കാരണം പൊത്തിയിട്ടിരിക്കുകയായിരുന്നു. നമ്മളവിടെ ചെന്നപ്പോഴേക്കും ക്യാമ്പിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം അപ്പാടങ്ങ് മാറി. പിന്നെ അവരുടെ സാന്നിധ്യം ഇല്ല. പീഡിപ്പിക്കുന്ന കാരണം ശരിക്കും ഇവർ കാണാൻ പോകുമ്പോൾ തന്നെ ഒരു ചുറ്റും പോലീസ് നിന്നാണ് ഇവന്റെ അമ്മയും എന്റെ മാമിയാണ്, അളിയനുമാണ്. ഇവര് ചെന്ന് അവർ തുറന്നു പറയാൻ പറ്റുന്നില്ല. ഇത്രയും പോലീസുകാർ അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ക്യാമ്പിൽ നിന്ന് ഒരു പോലീസ് ആവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ ഇന്നാളെ പോലീസ് യൂണിഫോം ഇട്ട് ഈ വീട്ടിലേക്ക് വരേണ്ടിയിരുന്ന ആനന്ദ് ജീവനൊടുക്കുന്നത്. ആത്മഹത്യയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഗുരുതരമായിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ആനന്ദിന്റെ ആത്മഹത്യ എന്ന് പറയുന്നത് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിൽ മൂലമാണ് എന്നുള്ള വിവരം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും സംഭവത്തിൽ ബന്ധുക്കൾക്കുൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ആനന്ദിന്റെ സഹോദരനടക്കം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പം ആനന്ദ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. മാനസികമായിട്ട് നല്ല പ്രശ്നങ്ങളാണ്. ഈ മാനസിക ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുമ്പോൾ എന്തിനെ കുറിച്ചായിരുന്നു? എന്ന് വെച്ചാൽ ടോർച്ചർ ആയിരിക്കാം, കൂടുതൽ പ്രഷർ ആയിരിക്കാം, ആരെങ്കിലും അവനെ വച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ദുരൂഹത. അപ്പൊ എനിക്ക് മുറിവിന്റെ ഇതിൽ നിന്നാണ് ഒരു സംശയം തോന്നുന്നത്. പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ അവന്റെ ചില പെരുമാറ്റങ്ങളും രീതികളും കണ്ടപ്പോഴാണ് എനിക്ക് അവൻ എന്തൊക്കെ ഉള്ളിലുണ്ട് അവൻ തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. സാധാരണ ഇല്ല, അവൻ പറയണം അവൻ അങ്ങനത്തെ പയ്യനും അല്ല, അങ്ങനെ ഒന്നും അല്ല. അവൻ ഒരു നല്ലൊരു ഇതായിരുന്നു. എല്ലാം പറയുമായിരുന്നു. അവൻ വീട്ടിലെ ഞാൻ അവനുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, അതുകൊണ്ട് ചങ്ക് പറിച്ച പോലെ പോയപ്പോ ഞാൻ ആകപ്പാട് തളർന്നു. അവൻ ആഗ്രഹിച്ച ജോലി, അവൻ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച ജോലിയാണ്. അവനങ്ങനെ കിട്ടുമെങ്കിൽ എന്റെ അമ്മ നല്ലപോലെ ആഗ്രഹിച്ചു, പക്ഷെ അവൻ കിട്ടിയില്ല. എന്ത് സംഭവിച്ചെന്ന് ഒരു പിടിയുമില്ല. എന്താണ് അവന് നടന്നതാ, എന്താണ് ചെയ്തതെന്ന് ഒരു ഇതുമില്ല. അവന്റെ ആത്മാവിന് ശാന്തി കിട്ടണം. അവൻ എന്താണ് അവിടെ നടന്നത്, അവൻ ഇത്രയും ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അവൻ അങ്ങനെ ചെയ്യുമെന്ന്. എന്തൊക്കെയോ ഒരു ദുരൂഹതകളുണ്ട് എനിക്ക് മാനസികമായിട്ട്. ഞാൻ ഇപ്പം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്താണെന്ന് ഒരു കാരണം അറിയണം, അത്ര മാത്രമേ ഉള്ളൂ. അവൻ എന്ത് സംഭവിച്ചു? ട്രെയിനിങ്ങിന് പോകുന്നത് എപ്പോഴാണ്? അവന് 3 മാസമായി ട്രെയിനിങ്ങിന് പോകാനുള്ളൂ. എന്നിട്ട് ഇപ്പം ഓണത്തിന് ഇടയ്ക്ക് വന്നായിരുന്നു. എന്നിട്ട് അവൻ തിരിച്ചു പോയി. നല്ല ഹാപ്പി ആയിരുന്നു അവൻ. എല്ലായിടത്തും ഇവിടെ കൂട്ടുകാരെല്ലാരും ഉണ്ട്, എന്റെ അനിയന്മാരുണ്ട്, എല്ലാവരുടെ നല്ല ഹാപ്പി ആയിട്ട് നമ്മളെ ഹാപ്പി ആക്കുക എല്ലാം. അപ്പം മരിക്കണതിന് കുറച്ച് മുമ്പ് വരെ അവൻ നല്ല രീതിയിൽ എന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അമ്മയുടെ അടുത്ത് നല്ല രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ക്യാമ്പില് ചില സൂചനകൾ തരും. അപ്പൊ നമ്മൾ പറയടാ, നീ അവിടെ നില്ല്, പിടിച്ച് നില്ല്. എന്തായാലും ഇപ്പം സാർമാര് പല ടോർച്ചറുകളും ചെയ്യും. അത് എന്തരാണെന്നൊന്നും പോലും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോഴും നമ്മൾ പറയും നിന്റെ ജോലി കളയാതെ നീ അവിടെ പിടിച്ചു നില്ല് എന്നാണ് പറയണത്. അപ്പോഴും നമ്മൾ ആ ഒരു രീതിയിൽ പറഞ്ഞു പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള സാറന്മാരുമായിട്ടുള്ള ഇത് ആവാം, അങ്ങനെ കഠിനമായ ഉള്ള ഒരു ഇതല്ലേ. അങ്ങനെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫുള്ളും എന്തോ ഒരു ദുരൂഹതകളുണ്ട്. ഇതെനിക്ക് അറിയണം. ഇതിനെ ആരെങ്കിലും ഒന്ന് മനസാക്ഷിയുള്ളവർ ഇത് എന്തിനാണെന്ന് അറിഞ്ഞ് അവൻ എന്താണ് സംഭവിച്ചതെന്നെങ്കിലും അവന് ശാന്തി കിട്ടണം. നമ്മൾ ഇനി ജീവിതകാലം ജീവിക്കാനുള്ളതാണ്. ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. നമ്മളിനി ഇതും കയറി നടക്കാനുള്ളതാണ്. ഇവ ഇല്ലാതെ പോയി. ഇതെന്താണെന്ന് അറിഞ്ഞാൽ നമുക്കും സമാധാനം, മരിച്ചുപോയ അവനും സമാധാനം, അവനൊരു ശാന്തിയെങ്കിലും കിട്ടും.
ആനന്ദിന്റെ ബന്ധുക്കൾ കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഈ സഹോദരൻ പറഞ്ഞതുപോലെ ആനന്ദിന് ഈ ജോലി കിട്ടാതെ പോയതല്ല, അവിടെയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തില് നല്ലൊരു നടപടി വേണമെന്നാണ് നമ്മൾ പറയുന്നത്. നല്ല ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും നല്ല നടപടി തന്നെ വേണമെന്നാണ്. ജാതീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടായിട്ട് തോന്നുന്നുണ്ടോ? ജാതിയും ജാതി അധിക്ഷേപമൊക്കെ നടത്തി എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവുള്ളതെന്നോ ഇല്ല. ആനന്ദിനായിട്ട് സംസാരിക്കാറുണ്ടോ? പിന്നെ അപ്പൊ ഓണത്തിന് വന്നപ്പം ഞങ്ങളെ വിളിച്ച് ഞാൻ കുമ്മൊക്കെ തന്നിട്ടാണ് പോയത്. അപ്പം ഈ ജോലി കിട്ടി എന്ന് പറഞ്ഞ സമയത്ത്, അതായത് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുന്നേ എക്സാമിന് പാസ്സായിട്ടുണ്ട്, ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു പ്രതികരണം? നല്ല ഇതായിരുന്നു. വേറെ ഒരു കുഴപ്പമില്ല. വേറെ മറ്റ് ദുശീലങ്ങളൊന്നുമില്ല. പിന്നെ നല്ല ഇതിൽ തന്നെ പോയി നല്ല പഠിത്തമൊക്കെ ആയിരുന്നു. വീട്ടിലിരുന്നാണ് പഠിത്തം. ഇതിലിപ്പോ ഒരു വിഷയമുള്ളതെന്ന് പറയുന്നത്, ഇപ്പോ പോലീസ് സംവിധാനത്തിന്റെ ഇടയിൽ നിന്നാണ് ആനന്ദിന് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. അതിപ്പോ അന്വേഷിച്ച് ആനന്ദിന് എന്താണ് സംഭവിച്ചത് എന്നത് തീർച്ചയായിട്ടും പുറത്തു വരുമെന്ന് തോന്നുന്നുണ്ടോ? പുറത്ത് വരണമല്ലോ, എന്നാലേ നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ. പുറത്ത് വന്നേ പറ്റൂ. എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചെന്ന് അറിയണം. ചെയ്തതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആത്മഹത്യയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇതിൽ ജാതി അധിക്ഷേപം ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ ട്രെയിനിങ് ഫീൽഡാണ്. ഇതിനു മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ സർവീസിലിരിക്കുന്ന നമ്മളെ സമുദായത്തിൽപ്പെട്ട ഒട്ടനവധി ഉദ്യോഗസ്ഥരുണ്ട്. SP റാങ്കിൽ വരെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവർ കീഴ് ഉദ്യോഗസ്ഥരോട് എന്തെങ്കിലും പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുന്ന പ്രകൃതമുണ്ട് അവർക്ക്. കാരണം നമ്മളെ സഹപ്രവർത്തകരായിട്ടുള്ള SP റാങ്കിൽ ഇരിക്കുന്ന നമ്മുടെ സമുദായത്തിൽപ്പെട്ട പട്ടികവർഗ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്, എന്തെങ്കിലും ഒരു ഉത്തരവ് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറഞ്ഞത്? അത് SP സാറാ, ആ കാണിക്കാരനോ അല്ലെങ്കിൽ ആദിവാസിയോ, അവനെ പോകാൻ പറ എന്ന് പറഞ്ഞു പോകുന്ന കീഴുദ്യോഗസ്ഥന്മാരുണ്ട്. SP-യുടെ കീഴിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ ട്രെയിനിങ് ഫീൽഡിൽ നടന്ന കാര്യത്തിൽ നമുക്ക് ജാതീയ വിക്ഷേപം ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ജാതീയ വിക്ഷേപം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ യുവാവിൻ്റെ ഒരു ശാന്തശീലനാണ് ആശയം. അത്തരം പ്രവൃത്തികൾ കൊണ്ട് മാനസികമായിട്ട് പീഡിപ്പിച്ച് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അല്ലാതെ ഒരു വ്യക്തി പോലീസ് ക്യാമ്പിൽ അദ്ദേഹം ആഗ്രഹിച്ച് അധ്വാനിച്ച് അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ചാണ് ഈ ജോലി നേടിയത്. അദ്ദേഹം ട്രെയിനിങ് ക്യാമ്പിൽ ചെന്ന് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള പീഡനം ഉണ്ടായിരിക്കണം. മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഉള്ള പീഡനം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം. അത് അന്വേഷണം നടത്തി ഇപ്പോൾ അന്വേഷണം ചുമതല നല്ല ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുക. കാരണം ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോഴത്തേക്ക് ഡിപ്പാർട്ട്മെന്റാണ്. എല്ലാവരും സർക്കാർ സേവിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവർ പല രീതിയിലും ഒരു ഉദ്യോഗസ്ഥനെ, എന്തായാലും സർവീസ് ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ തരം താഴ്ത്താനോ ജോലിയിൽ നിന്ന് തരം താഴ്ത്താനോ അങ്ങനെ ഉദ്ദേശിക്കുക. അപ്പോൾ അവർ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യും. പക്ഷെ അത് പാടില്ല. സത്യസന്ധമായ അന്വേഷണം നടക്കണം. ഇത് അന്വേഷണം നേരെ പോയില്ലെങ്കിൽ ഞങ്ങളായിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ സമൂഹമുണ്ട്, ആദിവാസി സമൂഹമുണ്ട്, സംഘടനകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഞങ്ങൾ ആ രീതിയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവും നടത്തും. ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്ന സമയത്ത് അവിടെ കൂടെ ഉണ്ടായിരുന്ന ട്രെയിനിങ്ങിൽ കൂടെ ഉണ്ടായിരുന്ന ചിലരൊക്കെ പ്രതികരിക്കുന്നത് കേട്ടോ. അവിടുത്തെ ഒരു സിസ്റ്റത്തിന്, അതായത് സഹിക്കുന്നതിനപ്പുറമായിരുന്നു ടോർച്ചറിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞിടത്തോളം അവിടെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ ഇവനെ നല്ല രീതിയിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പീഡനം നടത്തിയിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. നമ്മളത് തിരക്കിയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഫേസ്ബുക്കിൽ ന്യൂസ് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ചെയ്യും, ഫേസ്ബുക്കിലിടും, സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ ഞങ്ങൾ ഇതിന് ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തും. അതിന് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തയ്യാറായി നിൽക്കുന്നത്. ഇതിന് പയ്യൻ്റെ ആത്മഹത്യയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം നടക്കുകയും അത് നടക്കാത്ത പക്ഷേ നമ്മൾ ശക്തമായ രീതിയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യും. പ്രതിഷേധം നടത്തും. ഇത് രണ്ടാമത്തെ തവണയാണ്. അതായത് പോലീസ് ക്യാമ്പിൽ നിന്ന് തന്നെ ആദ്യം ഒരു ആത്മഹത്യാ ശ്രമം നടത്തുന്നു, പിന്നീട് വീണ്ടും അത് ആവർത്തിക്കുന്നു. അപ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ പോലീസിന്റെ വലിയൊരു വീഴ്ചയാണ്. കാരണം ഒരിക്കൽ ആത്മഹത്യാ ശ്രമം നടത്തിയ ഒരാൾക്ക് ഒരു പക്ഷേ ഇതേ അവസരം വരാമെന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അവർ മനഃപൂർവ്വം ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു വിഷയം കൂടെ ഇല്ലേ ഇതിൽ? നമ്മൾ ഇന്നലെ അത് അറിയുമ്പോഴേക്കും ഞാനും ഉണ്ടായിരുന്നു പോകാനായിട്ട്. അരവിന്ദനെ സ്റ്റേഷനെ കൊണ്ട് പോകാൻ പേരൂർക്കട സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പുള്ളി പണി ചെയ്യാൻ പോകുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷെ മരിച്ചു അങ്ങനെ പേരൂർക്കട ആശുപത്രിയിൽ കൊണ്ടുവന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. ഞങ്ങൾ ചെന്ന് ബോഡി
കണ്ടു തിരിച്ചറിഞ്ഞു. അതിനുശേഷം പിന്നെ സ്റ്റേഷനിൽ വന്ന് എല്ലാം ഇൻക്വസ്റ്റ് എല്ലാം റെഡിയാക്കി തിരിച്ച് RDOയുടെ നേതൃത്വത്തിൽ ബോഡി പരിശോധിക്കുമ്പോഴാണ് ആ മുറിവുകൾ കംപ്ലീറ്റ് കാണുന്നത്. അപ്പോഴാണ് അതുവരെ നമ്മൾ ഈ മുറിവിന്റെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാരണം പൊത്തിയിട്ടിരിക്കുകയായിരുന്നു, മുഖം മാത്രം നമ്മളെ കാണിച്ചുള്ളായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഒരു കയ്യിൽ തന്നെ 5 കുത്തിക്കെട്ടാണ് ഒരാൾ ചെയ്യുന്ന എത്രയും ഇതാണ്. അപ്പുറം ഇപ്പുറം കുത്തിക്കെട്ടാണ്. അതേപോലെ ഇപ്പുറം കയ്യിലും അതേപോലെ ഈ കൈയുടെ വണ്ണേട് ഇവിടെ കുത്തിക്കെട്ട് 5 ഉണ്ട്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ സംഭവം. ഇതെങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാള് കൈയുടെ മുകൾ വശത്ത് മുറിക്കുമെന്ന് തോന്നുന്നു. ഇല്ല അതൊക്കെ സംശയമായിരിക്കും. നമുക്ക് അപ്പോഴേ സംശയം തുടങ്ങി. അത് പോയിട്ടെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെന്നപ്പോഴേക്കും ക്യാമ്പിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം അപ്പാടങ്ങ് മാറി. പിന്നെ അവരുടെ സാന്നിധ്യം ഇല്ല. കാരണം നമ്മളിവിടുന്ന് പോയ നമ്മുടെ ഇതിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തതും അവിടെ പേരൂർക്കട പോലീസുമായിട്ട് അവരുമായിട്ട് നിന്ന് ചെയ്തത്. ഈ ക്യാമ്പിലുള്ളവരെല്ലാം അപ്പോഴേ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അവരങ്ങ് ദൂരേക്ക് മാറി. കാരണം പിന്നെ അവർക്കൊന്നും അറിയണ്ട നമ്മൾ ചെന്നതുകൊണ്ട്. കാരണം ആരും ഉണ്ടായിരുന്നില്ല. അവര് നമ്മളോട് പറഞ്ഞെന്ന് പറഞ്ഞ് ചെന്ന സമയത്ത് അവര് നമ്മളോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിന്റെ റൂമിൽ ഒരു പോലീസുകാരാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുന്നതിനിടയ്ക്കാണ് ഈ സംഭവം നടന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ബാത്റൂമിൽ പോയിട്ട് വരുന്നതിനിടയ്ക്ക് സംഭവം നടക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഇല്ല. അത്രയും അവിടെ ക്യാമ്പിൽ ആളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. മാത്രമല്ല ക്യാമ്പിലുള്ളവരുടെ എല്ലാവരുടെയും നേതാവ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ലീഡർ എന്നുള്ള രീതിയിലായിരുന്നു ആനന്ദ്. അങ്ങനെയുള്ള ഒരാള് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോകും? ഇല്ല അങ്ങനെ പോകാൻ സാധ്യതയില്ല. കാരണം അവനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം അങ്ങനെ ഒരു പ്രവണതകാരനല്ല. വേറെ ഒരു ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുന്ന ഒരാളല്ല. നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് ഈ കുടുംബത്തിൽ അവനൊരു ജോലി നേടാൻ വേണ്ടി സ്വന്തം ചേട്ടനായാലും അമ്മയായാലും കഷ്ടപ്പെടുന്ന പൈസയുടെ പുറത്താണ് അവന് ആ ജോലി നേടിയത്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് ആ ജോലിക്ക് വേണ്ടി അവിടെ പോയിട്ട്, പക്ഷേ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇതാണ് ശ്രദ്ധയാണ്. കാരണം ഇവനെ പീഡിപ്പിക്കുന്ന കാരണം ശരിക്കും ഇവർ കാണാൻ പോകുമ്പോൾ തന്നെ ഒരു ചുറ്റും പോലീസ് നിന്നാണ് ഇവന്റെ അമ്മയും എന്റെ മാമിയാണ് അളിയനുമാണ്. ഇവര് ചെന്ന് അവർ തുറന്നു പറയാൻ പറ്റുന്നില്ല. ഇത്രയും പോലീസുകാർ അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നോ ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് നിൽക്കുന്നത്. കാരണം സ്വന്തം ചേട്ടനോടോ അമ്മയോടോ ഒന്നും തുറന്നു പറയാൻ പറ്റില്ല. കാരണം പോലീസ് നിൽക്കുകയാണ്. അവർ നിന്ന് മുഖത്തോട് നോക്കുകയാണ്. കാരണം ഇവരിഞ്ഞ് പോരുമ്പോഴേക്കും പിന്നും അവനെ ടോർച്ചർ ചെയ്യുമെന്നുള്ള പേടിയുണ്ടായിരിക്കും. പക്ഷെ ഒന്നും തുറന്നു പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഈ മരണത്തിൽ ദുരൂഹത ഉണ്ട്. കാരണം അവിടുത്തെ ഇതിന്റെ മെയിൻ പോലീസ് ഉദ്യോഗസ്ഥൻ നല്ലതുപോലെ ഇദ്ദേഹത്തിനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. കാരണം പല രീതിയിലും അത് ചെയ്തിട്ടുണ്ട്. കാരണം പല പിഴകൾ കൊടുക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് തന്നെ. എന്തായാലും നമ്മളെ സംബന്ധിച്ചപ്പോൾ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചും നമ്മളിപ്പോ മുഖ്യമന്ത്രിക്ക് നാളെ പരാതി കൊടുക്കാൻ പോകുന്നുണ്ട്. അതുപോലെ പട്ടികജാതി വകുപ്പ് മിനിസ്റ്റർക്ക് പരാതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ മേലോട്ട് DGP ഉൾപ്പെടെ നമ്മൾ നാളെ പരാതി കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്. നമ്മുടെ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ക്യാമ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഇതുകൊണ്ടാണ്, ഈ പീഡനം കൊണ്ടാണ് ഇദ്ദേഹം ചെയ്തത്. കാരണം അല്ലാതെ ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം അവൻ അത്രയും കഷ്ടപ്പെട്ടാണ് വെളുപ്പാങ്കാലത്തൊക്കെ രാവിലെ ഇറങ്ങി. നമ്മളാരും കാണുകയാണ് ഈ റോഡിൽ കിടന്ന് ഓടുന്നത്. ആ ജോലിക്ക് വേണ്ടിയാണ് അവൻ കിടന്ന് ഓടിയത്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് ആ ജോലി കിട്ടാൻ വേണ്ടിയല്ലേ അതിന്റെ പോയത്. എന്നിട്ട് അവിടെ ചെന്നപ്പോഴേക്കും ഈ പോലീസുകാർ കാണിക്കുന്ന ഇതുകൊണ്ടാണ് സംഭവിച്ചത്. കാരണം ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം പോയിട്ടെന്ന് പറഞ്ഞ പോലീസുകാരന്മാർക്ക് ഒരു ഇതുണ്ട്, ആദിവാസി കുട്ടിയല്ലേ അവനെയൊക്കെ അത്ര രീതിയിലേ കാണുള്ളത്. ഈ ചില പോലീസുകാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആദിവാസികളെ കാണുമ്പോൾ അവർക്ക് ഇതുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയണം. നമ്മളെന്തായാലും മുഖ്യമന്ത്രിക്ക് നാളെ പരാതി കൊടുക്കാൻ പോകുന്നുണ്ട്. ആനന്ദ് ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. പക്ഷെ കഷ്ടപ്പെട്ട് നേടിയ ജോലിയാണ്. സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ച ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത് ജീവിതകാലം മൊത്തമുള്ള ഒരു സ്വപ്നമാണ്. അങ്ങനെയുള്ള എത്രയോ ആളുകൾക്ക് കിട്ടാതെ പോയിട്ടുള്ള ഒരു ജോലിയാണ് ആനന്ദിന് കിട്ടിയത്. ഈ ട്രെയിനിങ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസുകാരനായിട്ട് വരേണ്ടുന്ന ഒരു വീട്ടിലാണ് ഇപ്പോൾ ആനന്ദിന്റെ അമ്മയും ബന്ധുക്കളും ഒക്കെ ഇങ്ങനെ എന്ത് പറയണം എന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന ഈ സീനിയേഴ്സിനോടൊക്കെ ഉണ്ടാകുന്ന ഒരു റാഗിംഗ് രീതികളൊക്കെയാണ് പ്രധാനമായിട്ട് ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. എന്തായാലും സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ തുടങ്ങിയ അന്വേഷണം കൃത്യമായി അവസാനിക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഫൈൻഡിങ് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ബന്ധുക്കളുടെ ഒക്കെ ആവശ്യം. കാരണം ആനന്ദിന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി അമ്മയും സഹോദരനും കാത്തിരിക്കുകയാണ്. ആനന്ദിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കും ഇനി.